നിങ്ങളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നതിന് മുൻപേ തന്നെ നിങ്ങളെ കുറിച്ചിട്ട് ഓപ്പോസിറ്റിലുള്ള ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും മറ്റാരോ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാണെന്ന്. ഒരിക്കലും അല്ല. നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആള് നമ്മളെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ബോഡി ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ. സോ എങ്ങനെ ഈ ബോഡി ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തന്നെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഓപ്പൺ ഹാൻഡഡ് ആയിട്ട് സംസാരിക്കുക, അതായത് വളരെ കൈയൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ട് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് രീതിയിൽ നിൽക്കാതെ വളരെ ഓപ്പൺ ആയിട്ട് കൂൾ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഹാപ്പിയായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസും വളരെ ഹാപ്പി ആയിരിക്കും. അതേപോലെ തന്നെ അതൊരു നല്ല ബോഡി ലാംഗ്വേജിന്റെ സൈൻ ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പേഴ്സണൽ സ്പേസ് എന്നുള്ളത്. അതായത് നമ്മൾ ഒരിക്കലും ഒരാളോട് ഒരു ലിമിറ്റിലധികം അടുത്തേക്ക് നിൽക്കാൻ പാടില്ല, ഒരുപാട് ദൂരെ നിന്ന് സംസാരിക്കാൻ പാടില്ല. അതായത് ഒരു രണ്ടുപേര് തമ്മിലുള്ള സംസാരമാണെങ്കിൽ അതിന്റെ ഒരു പേഴ്സണൽ സ്പേസ് നോക്കിക്കൊണ്ട് വല്ലാതെ ദൂരത്തേക്കോ വല്ലാതെ അടുത്തേക്കോ പോയി നിന്ന് സംസാരിക്കാതെ ആ ഒരു കറക്റ്റ് സ്പേസിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ വളരെ കോൺഫിഡന്റ് ആയി ചിരിച്ചുകൊണ്ട് കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ ഇതെല്ലാം പോസിറ്റീവ് ബോഡി ലാംഗ്വേജസ് ആണ്.